ദൈവനാമത്തിന് മഹത്വം. ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവസ്നേഹം എത്ര വർണ്ണിച്ചാലും മതി വരാത്തതാണ്. ദൈവത്തിൻ്റെ സ്നേഹം, ആ അനുപമ സ്നേഹം, അനശ്വരമായ സ്നേഹം, അതുല്യമായ സ്നേഹം, അഭങ്കുരമായ സ്നേഹം. ആ സ്നേഹം നിസ്തുല്യമാണ്, നിത്യമാണ്. അത് അനശ്വരമായ സ്നേഹമാണ്. ആ സ്നേഹത്തിന് നാം എത്രമാത്രം ആ സ്നേഹത്തിലേക്കാണെങ്കിൽ ആകുന്നുവെങ്കിൽ എത്രമാത്രം നമുക്കും സ്നേഹം അനുഭവിക്കാൻ കഴിയും. ആ സ്നേഹസമുദ്രം അത്രമാത്രം വിശാലമാണ്. ആ സ്നേഹത്തിലേക്കൊന്ന് ഇറങ്ങിയാൽ ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കും. നമുക്ക് ആ സ്നേഹത്തിലേക്കൊന്ന് ഇറങ്ങിയാൽ ആ സ്നേഹം എത്രമാത്രം അനുഭവിക്കും. ഇതൊരു മനുഷ്യൻ്റെ സ്നേഹമാണ്. മനുഷ്യൻ്റെ സ്നേഹം പരിമിതമാണ്. അത് നശ്വരമാണ്. ദൈവസ്നേഹം അനശ്വരമാണ്. അത് അനുഭവമല്ല, അത് മിതമായിട്ടുള്ളത് ആയതിനാൽ ആ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സ്നേഹസ്വരൂപനായ യേശുക്രിസ്തു, ആ സ്നേഹസാഗരത്തിലേക്ക് നാം ഇറങ്ങുമ്പോൾ ആ സ്നേഹസ്വരൂപനായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 13 അധ്യായം പ്രസ്താവിക്കുന്നത് സ്നേഹത്തെക്കുറിച്ച്. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാണ് യോഹന്നാൻ. ആ യേശുക്രിസ്തുവിൻ്റെ അഥവാ സ്നേഹസ്വരൂപൻ്റെ മാറത്ത് ചാരി നിന്നുകൊണ്ട് ആ ഹൃദയത്തുടിപ്പുകൾ കേട്ട ഒരു യോഹന്നാൻ. യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കുമ്പോഴും ആ സ്നേഹം തൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് എത്ര പ്രതിസന്ധികൾ വന്നാലും മാറിപ്പോകാത്ത സ്നേഹം തൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ആ അവസാന ഘട്ടത്തിലും യോഹന്നാൻ ഉണ്ടായിരുന്നു. എന്നാൽ പത്രോസ് ഉൾപ്പെടെയുള്ള എല്ലാവരും യേശുക്രിസ്തുവിനെ വിട്ട് ഓടിപ്പോകാൻ. സ്നേഹം നമ്മെ എല്ലാറ്റിലും വലുതാണെന്ന് മനസ്സിലാക്കുന്നു, പഠിപ്പിക്കുന്നു. സ്നേഹം അനുഭവിക്കുക നാം എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നാം സ്നേഹിക്കുന്നില്ല. നാം എപ്പോഴും പരിമിതി വെച്ചാണ് സ്നേഹിക്കുന്നത്. സ്നേഹത്തിന് പരിധിയില്ല. അത് അനന്തമാണ്, നിസ്സീമമാണ്. അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം. ആ ദൈവസ്നേഹം ദൈവം വെളിപ്പെടുത്തിയത് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങൾ സ്വയം അത് ഏറ്റെടുത്ത് യേശുക്രിസ്തു ഏറ്റെടുത്ത് താൻ ക്രൂശിൽ വഹിക്കുവാൻ കഴിയും. സ്നേഹത്തിന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്ന എത്ര പേര് എന്ന് കർത്താവ് തന്നെ അറിയിച്ചിട്ടുണ്ട്. ആ സ്നേഹം എത്ര വലുതാണ്. അത് അനുഭവിക്കുവാൻ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ചെല്ലുക, ആ സമീപത്തേക്ക് ചെല്ലുക, ആ സ്നേഹം ഒന്ന് ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ നാം ഒന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും സ്നേഹനിധിയായ കർത്താവ് നമ്മുടെ ചാരത്തേക്ക്. ആ സ്നേഹം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ അനുഭവിക്കുക എന്നുള്ളത് സ്നേഹിക്കുന്നവരും സ്നേഹം അനുഭവിക്കുന്നവർക്കും ആഗ്രഹമുണ്ടാകും. നിങ്ങളൊന്ന് ആഗ്രഹിച്ച് എനിക്ക് ആ സ്നേഹം വേണമെന്ന്, മറിച്ച് നിങ്ങൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ അതേ സ്നേഹത്തിൽ കഴിയുമെങ്കിൽ നിങ്ങളും ആ ക്രിസ്തുവിൻ്റെ അനുയായികളാണ്. സ്നേഹം വാക്കുകളിലല്ല, സ്നേഹം പ്രവൃത്തിയിലാണ്. സ്നേഹം ഹൃദയത്തിൽ ഒതുക്കി വയ്ക്കേണ്ടതല്ല, അത് പ്രകടമാക്കേണ്ടതാണ്. ദൈവ സ്നേഹം ഈ പ്രപഞ്ചത്തെക്കാൾ വലുതാണ്. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനം 13 അധ്യായം അവസാന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നല്ലോ സ്നേഹം. ആ ഒരു സ്നേഹം ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്കും പരിശ്രമിച്ചാൽ തീർച്ചയായും ദൈവം നമ്മെ സഹായിക്കും.